പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഒറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 57-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് റോജി ജോസഫ് എന്ന ഒരു മകളുടെ സാക്ഷ്യമാണ്. തൃശ്ശൂരിൽ നിന്നൊരു മകളാണ്. ഇതൊരു മോഡൽ ഉടമ്പടി സാക്ഷ്യമാണ്. എൻ്റെ പേര് റോജി ജോസഫ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപത മാള സ്റ്റെനിസ്ലാവോസ് ഫോറോന ഇടവകാംഗമാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടി എടുത്ത അന്നാളുകളിൽ മുതൽ ഈ മകള് പരിശുദ്ധ അമ്മയോട് ഒരു ആഴമായിട്ടൊരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്തിരുന്നു. ആ സുഹൃത്ത് ബന്ധമാണ് ഈ മകളെ ഇത്രയും വലിയൊരു സാക്ഷ്യം പറയാൻ ഈ സമയം ഇടവരുത്തിയത്. എന്നോടൊക്കെ ഒരുപാട് മക്കൾ ഞാനിങ്ങനെ പാസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, അതായത് ഞങ്ങൾ ഇത്രയും നാളായി മരിയൻ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല, ഒരു തക്ക ദൈവാനുഭവം ഇതുവരെ ഞങ്ങളെ കൊണ്ട് പറയാൻ മാതാവ് അനുവദിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വിശകലനം ചെയ്യുകയാണ്. ഈ മകളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഉത്തമ സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തും, അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, നമ്മളുടെ ഏറ്റവും വിഷമമുള്ള കാര്യങ്ങൾ, അതും അല്ലെങ്കിൽ ഏറ്റവും സങ്കടമുള്ള വിഷയങ്ങൾ, പിന്നെ ഇനി നമുക്കൊരു ആലോചന വേണ്ട വിഷയങ്ങൾ, അതെല്ലാം നമ്മൾ ആ സുഹൃത്തിനോട് പങ്കുവയ്ക്കും. അപ്പം ഈ റോജി എന്ന ഈ ചെറിയ മകളാണ്, അതായത് പരിശുദ്ധ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാ കാര്യവും ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്താണ് ഈ മകള് ഉടമ്പടി എടുത്തപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് മരിയൻ ഉടമ്പടി എടുത്ത നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്ന വലിയൊരു മാതൃകയാണ്. കാരണം പലരും ഇവിടെ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ഉടമ്പടിയൊക്കെ എടുത്ത് ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കാമെന്ന് മെനോറയിൽ തിരിയൊക്കെ തെളിയിച്ച് പ്രഖ്യാപിച്ച് വീട്ടിലോട്ട് പോയെങ്കിലും പരിശുദ്ധ അമ്മയെ കൂടെ കൂട്ടണമെന്നൊക്കെ ക്ലാസ്സിൽ പറയുമെങ്കിലും ആരും അങ്ങനെ പരിശുദ്ധ അമ്മേനെ അങ്ങനെ കൈ പിടിച്ച് അങ്ങനെ കൂടെ നടത്താറില്ല. അപ്പോൾ ഈ മകളുടെ ഒരു വിജയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നതാണ് പരിശുദ്ധ അമ്മ ഈ മകളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തും ഡിസ്കസ് ചെയ്യും ഈ മകള് ഈ അമ്മയായിട്ട്. അതാണ് ഈ മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാക്ഷ്യം ആരംഭിക്കുന്ന പ്രകാരമാണ്. ഈ മകൾ പറയുന്ന സാക്ഷ്യം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. എനിക്കൊരു എന്താ പറയുക, മാതാവിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയിൽ നിന്ന് മാതാവെല്ലാം മേടിച്ചു തന്നുള്ള വിശ്വാസം എനിക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ മാതാവിനോടും ഈശോയോടും കൂടുതൽ ഭക്തിയിൽ വളരുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. അതിനാണ് അത്ര കാര്യമായി എടുത്തില്ല. അപ്പോൾ ഈ മകള് പറയുന്നുണ്ട്, നോർമലായിട്ട് എല്ലാവരും ചെയ്യാറുള്ളത് പോലെ സാധാ ഫസ്റ്റ് ലൈൻ തോട്ട് പോലെ എല്ലാ മെഡിസിൻസും ഈ മകൾ കഴിച്ചിട്ടുണ്ട്. അത് ആയുർവേദിക്, അലോപ്പതി, ഹോമിയോ, ഇതെല്ലാം ഈ മകള് ആശ്രയം വെച്ചു. വിഷയങ്ങളൊന്നും നടന്നില്ല. അലോപ്പതിക്കാർ തീർച്ചയായിട്ടും എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. കാരണം വയറിന് കാര്യമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ടൊന്നും മാറുന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ മകള് മരിയൻ ഉടമ്പടിയിൽ ഇരിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ മകള് തൃശ്ശൂരിൽ നിന്ന് കൃപാസനത്തിലെത്തുന്നു. അങ്ങനെ ഞാൻ അച്ഛനെ ബ്ലെസ്സിങ് മേടിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ ആദ്യമേ ചെയ്തത് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം അച്ഛൻ എൻ്റെ കഴുത്തിലാണ് സൈത്ത് പൂശി പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, അച്ഛൻ എന്താണോ എൻ്റെ കഴുത്തിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കണം, എനിക്ക് വയറിനാണല്ലോ പ്രശ്നം എന്ന് വെച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛന് ചെറിയ കാശുരൂപമൊക്കെ തന്ന് പ്രാർത്ഥിച്ച് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. ഈ മകള് ഉള്ളിൽ ഒരു വലിയൊരു ചോദ്യം മകള് ആൾക്കാർ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അതായത് വയറിൻ്റെ പ്രശ്നത്തിന് എന്തിനാണാവോ അച്ഛൻ കഴുത്തിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. ഇതായിരുന്നു മകളുടെ ചിന്ത. അപ്പോൾ ഈ മകൾ എന്ത് ചെയ്തു, ബാത്റൂമിൽ പോയിട്ട് ഈ കഴുത്തിൽ തേച്ച ഈ സൈത്തിൽ നിന്ന് കുറച്ച് വിശുദ്ധ സൈത്ത് എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വയറിൽ ഈ തേച്ചിട്ട് മകള് വീട്ടിൽ പോയി. അങ്ങനെയുള്ള മകൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒത്തിരിയേറെ കാശ് മുടക്കിയിട്ടും എല്ലാ ചികിത്സയും ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലാതിരുന്ന ആ വിഷയത്തിന്മേൽ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥ വഴി ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഉടനടി സൗഖ്യം കിട്ടി. അങ്ങനെ ഇരിക്കെ 1 മാസം കഴിഞ്ഞു, 1 മാസം തികഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് മകൾ. അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയം ഈ മകളെ തേടിയെത്തുകയാണ്. വേറൊന്നുമല്ല,
അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസം ഒരു ആദ്യമായപ്പോൾ തുടങ്ങി. അതായത് നമ്മുടെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി 1 മാസം ആയിട്ടില്ല അപ്പോൾ തന്നെ. ആ ഒക്ടോബർ മാസം എനിക്ക് കഴുത്തിന് ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല വേദന വന്നു തുടങ്ങി. അപ്പോൾ 2 ആഴ്ച ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല, വല്ല നീർക്കെട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ പോയി. പക്ഷേ പിന്നെ വേദന സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോടൊന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തൈറോയിഡാണ്, അത് ഹൈപ്പോ തൈറോയിഡാണ്, ഏറ്റവും മാക്സിമം ലെവലിലെത്തി. എൻ്റെ റൈറ്റ് സൈഡിൽ 4 ലെവലിൽ മുഴ, ടെറാഡസ് 4 എന്നാണ് അവർ പറഞ്ഞത്, 4 ലെവലിൽ ഒരു മുഴയും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ 3 ലെവൽ സൈസിലും മുഴയുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ കഴുത്തിന് ചുറ്റും നിറച്ച് കഴലകളുണ്ട്, ഒരു സ്പ്രെഡിങ് പോലെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത്തിരി റിസ്ക് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ ഓൺ ദ സ്പോട്ട് തന്നെ ബയോപ്സിക്ക് വിട്ടു. അപ്പോൾ ആ രംഗം മാറി മറിയുകയാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തൻ്റെ ദീർഘദർശന വരവ് ഉപയോഗിച്ചാണ്. കാരണം ഈ മകള് അമ്മയുമായിട്ട് അത്രയും ബന്ധമുള്ളൊരു മകളാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അച്ഛനാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ ദൈവമാതാവിനെ നേരെ കണ്ട ആദ്യ വ്യക്തി. ഇനി ഞാൻ ആദ്യ വ്യക്തി എന്ന് പറയാൻ കാരണം അതിനുശേഷം ഒരുപാട് മക്കൾക്ക് ഭവനങ്ങളിലും സ്വപ്നങ്ങളിലും ഒക്കെ ഈ പരിശുദ്ധ ദൈവമാതാവ് ദർശനം തന്നിട്ടുണ്ട്. സഞ്ചാരി മാതാവ് ഇന്നും പല വേഷത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ, ഈ അടുത്തിടയ്ക്ക് പറഞ്ഞ സാക്ഷ്യം വയസ്സായ ഒരു അമ്മയുടെ രൂപത്തിൽ ഒരു മകളുടെ അടുത്ത് വന്ന സാക്ഷ്യമാണ് നമ്മുടെ ഈ അൾത്താരയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ സഞ്ചാരി മാതാവിൻ്റെ സഞ്ചാര സാന്നിധ്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയും എല്ലാം അനേകം മക്കൾക്ക് അനുഭവമായിട്ടുണ്ടെങ്കിൽ പോലും ഈ ആദ്യ പ്രത്യക്ഷീകരണം, സ്വർഗത്തിൻ്റെ ആദ്യ പ്രത്യക്ഷീകരണം, അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെയാണ് നൽകപ്പെടുന്നത്. അപ്പോൾ ഈ അച്ഛനാണ് ഈ മകളുടെ ദീർഘദർശന വരത്തിലൂടെ ഈ ഒരു വിഷയം ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ട് ഈ സൈത്ത് പൂശി, കഴുത്തിൽ പൂശി പ്രാർത്ഥിച്ചത്. ഈ ഒരു സാക്ഷി ഒറ്റപ്പെട്ട സാക്ഷിയല്ല കേട്ടോ. ഇതിനു മുമ്പും ഒരുപാട് മക്കൾ ഇതേപോലെ ഞങ്ങൾ പറഞ്ഞ വിഷയത്തിനല്ല അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടത്. ഇതേപോലെ ഇപ്പം ഈ മകൾ വയറെന്ന് പറഞ്ഞപ്പോൾ കഴുത്തിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കും. ഇതേ മറ്റസുഖങ്ങൾക്ക് വേണ്ടി വന്നിട്ട് ഇതേപോലെ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച വിഷയങ്ങളും സുഖപ്പെട്ടത് നമ്മുടെ അൾത്താരയിൽ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മകൾ പറയുന്ന പ്രകാരമാണ് ഇതേപോലെ ബയോപ്സിക്ക് വിടാൻ പറഞ്ഞത്. 2 കുഞ്ഞുങ്ങളാണ്, ഹസ്ബൻഡ് പുറത്താണ്. ഈ മകളുടെ ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഈ പകച്ചു നിൽക്കുമ്പോഴും ഈ മകൾ ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്. ഈ പകച്ചു നിൽക്കുമ്പോൾ മകൾ ചെയ്യുന്ന വലിയൊരു കാര്യം അത് നമ്മളിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ മകൾ പറയുന്ന പ്രകാരമാണ്, ഞാൻ എല്ലാ ആഴ്ചകളും, അതായത് ബുധനാഴ്ചയാണ് എൻ്റെ ദിവസം, അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത മാള ഒരു കരുണാഭവൻ എന്ന് പറഞ്ഞ ഒരു വയസ്സായ അമ്മമാരെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആരാരില്ലാത്ത അമ്മമാരാണ്. അവിടെ പോയി ഞാൻ അമ്മമാരെ, ഒരു 5-8 അമ്മമാരുണ്ട്, അമ്മമാരെ കുളിപ്പിക്കലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എന്നോട് +2 പാസ്സായപ്പോൾ നഴ്സിങ്ങിന് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ മണവും കാര്യങ്ങളൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഈ നഴ്സിംഗ് വേണ്ടെന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ ഞാനിവിടെ ഈ കരുണാഭവനിലെത്തി ഈ അമ്മമാരെ കുളിപ്പിക്കൽ, നമുക്കറിയാം വയസ്സായവരാണ്, ഒത്തിരി ബാഡ് സ്മെല്ല് കാര്യങ്ങൾ, അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ആ സ്മെല്ല് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വർഗീയ സ്മെല്ല് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആഴ്ചയിൽ ഒരു വട്ടവും അത് മുടങ്ങാൻ എനിക്ക് പാടില്ല എന്ന് അത്ര നിർബന്ധമുണ്ട്. അതായത് മൊത്തം 25-35 തിരുവചനത്തിൻ്റെ ആ വലിയ അഭിഷേകം മകൾക്ക് കിട്ടിയത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ ഈശോയെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ മകൾ പറയുന്നത്. ഇത് വലിയ സുഗന്ധമായിട്ടാണ്. ഇപ്പോൾ ഈ മകൾ ഈ അസുഖത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ആഴ്ചകളിൽ ആ മകൾ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ബുധൻ, ശനി, അമ്മമാതാവിൻ്റെ ദിവസം ബുധനാഴ്ചകളിലാണ് ഞാൻ എല്ലാ ആഴ്ചയും കാരുണ്യ പ്രവൃത്തിക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ വലിയൊരു ദുരന്തത്തിൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ കണ്ട ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ തന്നെ ഈ മകൾക്ക് ഈ സൗഖ്യം കിട്ടിയത്, കയ്യൊപ്പ് ശുശ്രൂഷ വഴി. അപ്പോൾ ഈ മകളുടെ അതിൻ്റേതായ മകൾക്ക് ആസ്തിയുണ്ട്. അപ്പോൾ ഈ ബുധനാഴ്ചകളിൽ ഈ മകള് മുടങ്ങാതെ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പോകും. പിന്നെ ആ മകള് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണത്, നമുക്ക് അസുഖങ്ങൾ വരുത്തരുതെന്ന് പറയും, പക്ഷേ അതിനപ്പുറം അനുദിന ദിവ്യബലിയർപ്പണവും അതുപോലെ എൻ്റെ ആഴ്ചയിൽ ഈ അമ്മമാരെ കുളിപ്പിക്കുന്ന ഈ ഒരു കാര്യവും ഒരിക്കലും മുടങ്ങരുതേ എന്നാണ് ഞാൻ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണേ. ഉടമ്പടി നിബന്ധനകളിൽ 6 നിബന്ധനകൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നതും മറ്റ് അനുധാരികളും പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഞാനൊരു വെള്ളവും ചേർത്തിട്ടില്ല, എല്ലാം വൃത്തിയായി ചെയ്യും. പത്രം എല്ലാ മാസവും വിതരണം ചെയ്യാറുണ്ട്. ഞാൻ വീടുകളിൽ കയറി ഇറങ്ങിയാണ് പത്രം കൊടുക്കാറ്. ഓട്ടോ ചേട്ടന്മാർക്ക്, ഷോപ്പുകളിൽ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ വളരെ തീഷ്ണമതിയായിട്ട് വളരെ ദൈവസ്നേഹത്തോടുകൂടി ഇങ്ങനെ പറന്നു വെട്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന മകൾക്കാണ് വലിയൊരു അടയാളം മാതാവ് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്രകാരമാണ്. ഇതേപോലെ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ബയോപ്സിക്ക് വിടാൻ പറഞ്ഞു. ബയോപ്സി നെഗറ്റീവാണ്.
വീണ്ടും ടെസ്റ്റിന് ചെന്നപ്പോൾ പറഞ്ഞു ഇത് പകുതിയായിട്ടുണ്ട് ഈ 2 വലിയ മുഴകൾ സൈസുള്ളത്. എന്നാലും ഹോർമോണൽ ലെവലിൽ പൂർണ്ണമായിട്ടും നോർമലായിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് നമുക്ക് മരുന്ന് നിർത്തി നോക്കാം. ഈ മരുന്ന് നിർത്തുമ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ടും മെഡിക്കൽ സയൻസ് അനുസരിച്ച് മരുന്ന് നിർത്തി 1 മാസം കഴിയുമ്പോൾ ഈ സൈസ് വർദ്ധിക്കും, അതായത് മുഴകളുടെ സൈസ് വർദ്ധിക്കും, ഹോർമോൺ ലെവൽ കൂടും. അപ്പോൾ ആ ചേഞ്ച് ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലെന്ന് പറഞ്ഞ സർജറിയാണ് വേണ്ടത്. സർജറി ചെയ്യേണ്ട ഒരു വിഷയമാണത്. പക്ഷേ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധ ദൈവമാതാവുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഈ മകൾ. അപ്പോൾ ഈ മകൾ ഇവിടെ വന്ന് അമ്മയെ നോക്കി വിഷമമൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേറെ ആരോടും പറയാനില്ല. അപ്പോൾ അമ്മയുടെ എല്ലാ വിഷയം പറഞ്ഞു. അപ്പോൾ അമ്മ തന്നെ ഈ മകളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അത് ആ മകൾ വ്യക്തമായിട്ട് പറയുന്നത് ഉടമ്പടിയുടെ വലിയൊരു സംഭവമാണ്, അത് വലിയൊരു ഫീച്ചറാണ്. അതായത് നിനക്കൊരു പ്രശ്നവുമില്ല ജോസഫ് അച്ഛൻ, അന്ന് നിന്റെ കഴുത്തിലല്ല ഈ സൈത്ത് പൂശി പ്രാർത്ഥിച്ചത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ എന്നാണ്, അങ്ങനെ ഒരു സ്വരമാണ് എൻ്റെ ഇതിൽ കേൾക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം റിവ്യൂവിന് പോകുമ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മെഡിസിൻ നിർത്തിയേക്കണോണ്ട് സൈസ് ഡിക്രീസ് ആയിട്ടുണ്ടാവില്ല, ഹോർമോണൽ ലെവലിൽ അതിൻ്റെ ചേഞ്ച് അവിടെ തന്നെ നിലനിൽക്കുമെന്നാണ്. പക്ഷേ ഡോക്ടറെ ഞെട്ടിച്ചുകൊണ്ട് സ്കാനിങ്ങും അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തൻ്റെ കഴുത്തിന് യാതൊരു കുഴപ്പമില്ല, എവറിത്തിങ് ഈസ് നോർമൽ, ഹോർമോൺ ലെവൽ നോർമലാണ്. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ഇതിനെപ്പറ്റി. അപ്പോൾ ഈ മകൾ അതിനൊരു മറുപടി പറയുന്നുണ്ട്. അത് പ്രകാരമാണ്, അത് ഞാൻ കൃപാസനത്തിൽ പോയി പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്ക് സൗഖ്യം കിട്ടുക, അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാനില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കറിയാം വലിയൊരു വിഷമസന്ധികളിലൂടെ വലിയൊരു അസുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് ബയോപ്സിയൊക്കെ ചെയ്യേണ്ട ഒരു വിഷയത്തിൽ കടന്നു പോകുമ്പോൾ ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകളുണ്ടാവും. അതാണ് ആ നോർമൽ ഡോക്ടറിൻ്റെ റെസ്പോൺസ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് എനിക്കൊന്നും ചോദിക്കാനില്ല, കാരണം ചോദിച്ചതും പറഞ്ഞതും എല്ലാം ഈ മകളുടെ വിഷയത്തിൽ ഇടപെട്ടതും എല്ലാം പരിശുദ്ധ ദൈവമാതാവാണ്, മരിയൻ ഉടമ്പടി വഴിയായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുരന്തങ്ങൾ നമുക്കറിയാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതേപോലെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തെ തേടിയെത്തും. ഈ സമയം മരിയൻ ഉടമ്പടി ഒരു വിശ്വാസിക്ക് കരുത്താവുന്നത് എങ്ങനെയാണ്? അതും പ്രത്യേകമായിട്ട് ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഈ മകളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ടാണ് അമ്മ നേരിട്ടാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് വഴി മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത്. അത് മാത്രമല്ല, ഈ മകൾ ആ കാര്യം വിഷയം മറന്നിരുന്നൊരു വിഷയമായിരുന്നു. അതായത് ഈ ഒരു കഴുത്തിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, അതും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു കൊടുക്കും. പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് പരിശുദ്ധ അമ്മ ഈ മകളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്. വലിയൊരു സൗഹൃദത്തിൻ്റെ വലിയ സ്നേഹ സാക്ഷ്യമാണിത്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് 25-ാം സങ്കീർത്തനമാണ്. മറ്റൊരു സങ്കീർത്തനമാണ് ആദ്യം വന്നത്. അതായത് എൻ്റെ ആത്മാവ് അങ്ങയുടെ ആത്മാവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റും? കർത്താവ് ഇങ്ങനെ വലതുകരം ഉയർത്തി ആ വലതു ഭുജം കൊണ്ട് നിന്നെ താങ്ങി നിർത്തുന്ന ഒരു വലിയ സങ്കീർത്തനം എൻ്റെ മനസ്സിലോട്ട് വന്നു. കൂടെ വന്നൊരു വചനപ്രകാരമാണ് 25-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. ഞാൻ ഇതിനു മുമ്പ് ഈ ലിവിങ് ഒറക്കിൾസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വചനമാണ്. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്, അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. അതെ, മരിയൻ ഉടമ്പടി നിങ്ങൾ ഇവിടെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഭയഭക്തി ആദരവോട് കൂടിയിട്ട് വേണം നിങ്ങളുടെ ജീവിത ചര്യകൾ ക്രമീകരിക്കുവാൻ. കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുള്ളത് പോലെ നിങ്ങൾ ദൈവത്തോടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യ ഉടമ്പടി അബ്രഹാത്തിനോട് ചെയ്തപ്പോൾ ദൈവം കൊടുത്ത ആ ഒരു വാക്കുണ്ട്, ഒരു വാണിംഗ് ഉണ്ട്. എന്താണത്? ഉൽപ്പത്തി 17:1 എൻ്റെ മുമ്പാകെ ഉണ്ടാവുക, വിശുദ്ധിയോടെ വ്യാപരിക്കുക. അതെ, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ പൈതലും ഏറെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലായതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിങ്ങൾ ഒരു സൗഹൃദം അമ്മയുടെ കൂടെ ഇങ്ങനെ സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത് എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പല ശുശ്രൂഷകളിലൂടെ. അതായത് എൻ്റെ കർത്താവ് ദൈവപിതാവ് ഉയർത്താൻ ഉദ്ദേശിച്ച ഒരു വർഷം 2020 ശേഷമാണ്. അതായത് നേരിട്ട് എൻ്റെ ഈ ഒരു കോൺസെക്രേറ്റർ ലൈഫിലോട്ട് അന്ന് ഇതേപോലെ സാത്താൻ ഇങ്ങനെ പ്രബലപ്പെട്ട് നിന്നൊരു സമയമായിരുന്നു. എനിക്ക് 2 അറ്റാക്ക്, അങ്ങനെ 2 പരീക്ഷണങ്ങൾ, തീക്ഷ്ണമായിട്ടുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്.
ഇപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് അതിനെപ്പറ്റി ഒരു പ്രാർത്ഥനാ സൂചന കിട്ടി. ഞാൻ അതിനെപ്പറ്റി ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും വേറൊന്നുമല്ല, ഈ പരീക്ഷകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനുമായിട്ട് ഒരു മെസ്സേജ് എടുത്തായിരുന്നു. ഞാൻ ഇങ്ങനെ അകപ്പെട്ടു പോയ ഈ ഒരു അവസരത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ നിന്ന്, ഒരു സാത്താൻ എന്നെ പെടുത്തിയൊരു കെണിയിൽ നിന്ന് പുറത്തിറങ്ങി വന്നതെന്ന് എനിക്കറിയാനൊരു ആഗ്രഹം കാരണം ഞാൻ എൻ്റെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനോട് ഈ ഒരു വിഷയം മെസ്സേജ് എടുത്തായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളെ അത് സഹായിക്കും. പരിശുദ്ധ അമ്മയാണ് നിന്നെ ഇതിനെ സഹായിച്ചത്. അമ്മയ്ക്ക് നിന്നോടുള്ള പ്രത്യേക വാത്സല്യമാണ് ഈ ഒരു കെണിയിൽ നിന്ന് നിന്നെ അകപ്പെടുത്താതെ രക്ഷിക്കാൻ കാരണം. അതെ, പരിശുദ്ധ മാതാവ് ഏത് ദുരന്തം, അത് വ്യക്തികളുടെ ദുരന്തമായിരിക്കാം, രോഗങ്ങളുടെ ദുരന്തമായിരിക്കാം, ഇനി മറ്റ് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയമായിരിക്കാം, ഏത് ദുരന്തത്തിനാണെങ്കിലും അമ്മയെ ഒന്ന് കൂട്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഈ മരിയൻ ഉടമ്പടി എടുത്തിട്ട് ഇന്നേ വരെ പരിശുദ്ധ അമ്മയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ അതൊന്ന് ആരംഭിക്കണം. പരിശുദ്ധ അമ്മയെ നിങ്ങളുടെ യാത്രകളിൽ കൂടെ കൂട്ടണം. ഈ നമ്മുടെ ഉടമ്പടി കാശുരൂപം, പരിശുദ്ധ അമ്മയുടെ കാശുരൂപം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നു വിട്ടിട്ടുണ്ട്. അത് ഭക്തിപൂർവ്വം നിങ്ങൾ ഒരു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു യാത്ര നടത്തുമ്പോഴൊക്കെ ഈ പരിശുദ്ധ അമ്മയെ, ജീവനുള്ള അമ്മയെ നിങ്ങൾ കൂടെ കൂട്ടണം. ഒത്തിരി മക്കൾ പറയാറുണ്ട് ഇങ്ങനെ, ഞങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഞങ്ങളൊരു വലത് ചെയറിൽ ഈശോനെ ഇരുത്തും, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ കൂടെ വാന്ന് പറയും. ഇങ്ങനെ പറഞ്ഞാണ് ഈ മക്കളൊക്കെ ഒരുപാട് ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വലിയ സാക്ഷ്യമായിട്ട് ഇവരെ രണ്ടുപേരെയും കൈപിടിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം. ആ ഒരു ബന്ധം നമ്മൾ ഈ ഒരു സാക്ഷ്യം കേൾക്കുന്നതിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ സാക്ഷ്യം ഇതിൻ്റെ ഈ ശുശ്രൂഷയുടെ കൂടെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സാക്ഷ്യം മുഴുവൻ കേൾക്കണം. നല്ലൊരു മോഡൽ ഉടമ്പടി സാക്ഷ്യമാണ്. വീണ്ടും 25-ാം സങ്കീർത്തനത്തിൽ 25:10 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. അതെ, ഉടമ്പടിയും പ്രമാണമൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വഴികൾ സത്യമാണ്, സ്നേഹമാണ്. അതെ, ഈ മകളുടെ ഒരു യാത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ മകളെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും കൂടുതൽ ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കാനും അതുവഴി സ്വന്തമാക്കാനും വേണ്ടിയിട്ടാണ് വലിയൊരു സഹന സാഹചര്യം, ദുരന്തമുഖത്തെ ഈ മകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അത് മരിയൻ ഉടമ്പടിയിലെ ഉരച്ചു നോക്കലാണ്. അതായത് വിശ്വസ്തതാപൂർവ്വം മുന്നേറുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല മരിയൻ ഉടമ്പടി വഴി അർത്ഥമാക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവർക്ക് ഈ ഉടമ്പടി, അവിടുത്തെ വഴികൾ അത് സത്യമാണ്, സ്നേഹമാണ്. ഈ മകളുടെ സാക്ഷി നിങ്ങൾ ഒരു തവണ കേട്ടാൽ മനസ്സിലാവും. വ്യക്തമായി മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചപ്പോൾ ഈ മകൾക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണെന്ന് ബോധ്യപ്പെടുത്തി കിട്ടി. ആ ഒരു വിളിയിലേക്ക് കൂടിയാണ് നമ്മളെയും ദൈവപിതാവ് ക്ഷണിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് 25-ാം സങ്കീർത്തനം 11-ാം തിരുവചനം: കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാണ്. അതെ, കർത്താവിനെ ഭയപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ദൈവം തന്നെ കാണിച്ചു കൊടുക്കും. ഈ മകളും പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. അതെ, മരിയൻ ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ സൗഹൃദവുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ അമ്മ തന്നെ പറഞ്ഞു. എന്തു പറഞ്ഞു? അതായത് നിൻ്റെ കഴുത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സൈത്തൂശി പ്രാർത്ഥിച്ചല്ലേ, പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത്? അന്ന് മകൾക്കൊന്നും മനസ്സിലായില്ല. വയറിന് പ്രശ്നം വന്നപ്പോൾ എന്തിനാണ് കഴുത്തിൽ തൈലം പൂശി? അതെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ആ വഴി ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അത് ആ വഴി സത്യമാണ്, സ്നേഹമാണ്, നിങ്ങളെ സാക്ഷ്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തുന്നതാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി പ്രത്യേകമായിട്ട് ഈ സമയം നിൻ്റെ മുമ്പിൽ അന്ന് ഞങ്ങൾ ആദ്യമായി മരിയൻ ഉടമ്പടി എടുത്ത ആ നിമിഷത്തെ പ്രതി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, നിന്നെ ഭവനങ്ങളിലേക്ക്, വാഗ്ദാന പേടകമായ നിന്നെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കാനുള്ളതാണ് മരിയൻ ഉടമ്പടി എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്
മാനവകുലത്തിന് മുഴുവനുമായിട്ട് യോഹന്നാൻ ശ്ലീഹായിലൂടെ നീ ഞങ്ങൾക്ക് അമ്മയായി നൽകി. ഞങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നോക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് തന്നതാണ് പരിശുദ്ധ അമ്മയെന്ന് ഞങ്ങൾ ഈ സമയം മനസ്സിലാക്കുന്നു. ഈ പരിശുദ്ധ അമ്മയുമായിട്ട് ആഴമായിട്ടുള്ളൊരു സുഹൃത്ത് ബന്ധം, എല്ലാ വിഷയങ്ങളും ബോധോജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ദൈവമാതാവിനോട് ആലോചന ചെയ്തുകൊണ്ട് മാത്രം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ ഒരു ശുശ്രൂഷ വഴി പ്രത്യേകമായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.